2-3 ആഴ്ച മുമ്പ് മലപ്പുറത്ത് ഒരു ഉസ്താവ് 14 ആൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ റിയാക്ട് ചെയ്തപ്പോൾ കുറെ ആളുകൾ എന്നെ സംഖ്യയാക്കി. ഇതിനെതിരെ റിയാക്ട് ചെയ്യുമ്പോൾ എന്നെ ചിലപ്പോൾ സുഡാപ്പി എന്ന് വിളിക്കുമായിരിക്കും. ജന്തർ മന്ദറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റ് UG എക്സാം, അതുപോലെ CBSE വാല്യുവേഷൻ ഇഷ്യൂ, ഈ പ്രൊട്ടസ്റ്റിനെ പറ്റിയൊക്കെ ആര് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാലും അവരുടെ കമന്റ് സെക്ഷനിൽ കാണുന്ന ഒരു ചോദ്യമാണ്. കുറച്ച് ആളുകൾ വന്നിട്ട് കമന്റ് ചെയ്യുന്നതാണ്, കേരള PSC ഇഷ്യൂ ഉണ്ടായപ്പോൾ നീ ഇവിടെ ആയിരുന്നു, അപ്പോൾ നീ ഇതിനെപ്പറ്റി പ്രതികരിച്ചില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു തരത്തിലുള്ള വാട്ടർ ബോട്ടിസമാണ്. അതായത് ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ പ്രതികരിച്ചതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നീ അതിന് പ്രതികരിച്ചില്ലോ, അതുകൊണ്ട് നീ ഇതിനും പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പരിപാടി. ഇത് പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ പറ്റില്ല. നീ ഇതിനു മുമ്പുണ്ടായ ഇൻസിഡന്റിന് പ്രതികരിച്ചില്ല, അതുകൊണ്ട് നീ ഇതിനും പ്രതികരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസിഡന്റ് പ്രതികരിച്ചാൽ അതിനു മുമ്പ് മറ്റൊരു ഇൻസിഡന്റ് ഉണ്ടാവും. അങ്ങനെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഇഷ്യൂസിന് വരെ ആദ്യം പ്രതികരിച്ചു തുടങ്ങിയാലേ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇഷ്യൂവിന് പ്രതികരിച്ചാലേ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുള്ള അവസ്ഥയാവും. അപ്പൊ അങ്ങനെ പറയുന്ന ഒട്ടും വാലിഡ് ആയിട്ടുള്ള കാര്യമില്ല. എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ഒരാൾ പ്രതികരിച്ചു തുടങ്ങുന്നത്. ആ പ്രതികരിച്ച് തുടങ്ങുന്നതിന് ആദ്യം അംഗീകരിക്കുക. പിന്നെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ കമന്റ് സെക്ഷനിൽ പോയിട്ട് ഇങ്ങനെയുള്ള കമന്റ് ഇടുന്ന ആളുകൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ നിങ്ങളുടെ മോള്, നിങ്ങളുടെ അനിയൻ അനിയത്തി, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തിനെതിരെ അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെയൊക്കെ പ്രതികരിക്കുമ്പോൾ അത് ഡെമോക്രസിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അല്ല അങ്ങനെ പ്രതികരിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാക്കാനും അല്ല രാജവിരോധികളാക്കാനും നിൽക്കരുത്. അതൊക്കെ ഡെമോക്രസിയെ അടിച്ചമർത്തുന്ന തുല്യമാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ ജനാധിപത്യം എന്നാണ്. ജനങ്ങളാണ് എല്ലാത്തിനും മുകളിൽ, ജനങ്ങളുടെ ആധിപത്യം എന്നാണ് അതിന്റെ അർത്ഥം. അതിപ്പോ ഗവൺമെന്റ് ആയാലും പട്ടാളമായാലും മിലിറ്ററി ആയാലും എല്ലാം ജനങ്ങൾക്ക് താഴെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ഇതിനെ ന്യായീകരിച്ച് കമന്റ് കിടന്ന് കരഞ്ഞു മെഴുകിയെന്ന് പറഞ്ഞിട്ട് അവരാരും നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ നിങ്ങളുടെ മോനോ മോൾക്കോ ഒന്നും ഫ്രീ ടിക്കറ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എക്സാം പാസ്സാക്കി വിടുകയൊന്നുമില്ല. അതൊക്കെ ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക്, മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവരും നിങ്ങളുടെ അനിയനും അനിയത്തിയും മോനും മോളും ഒക്കെ ഈ എക്സാം ഒക്കെ എഴുതി തന്നെ വേണം മുകളിലേക്ക് കയറിപ്പോകാൻ. അപ്പൊ അവരും നാളെ ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു ഇഷ്യൂവിനെതിരെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധം. അപ്പൊ അതിനെതിരെ നിങ്ങൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണത്. പിന്നെ മറ്റൊരു കാര്യമാണ്, യൂണിഫോമിൽ നെയിം പ്ലേറ്റ് ഇല്ലാത്ത ആളുകളും ഫോഴ്സിൽ തന്നെ ഇല്ലാത്ത ആളുകളും മുടിയും താടിയും ഒക്കെ വളർത്തിയിട്ട് ഏതോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഏതോ ലോക്കൽ ഗുണ്ടയാണെന്ന്. അങ്ങനെയുള്ള ഗുണ്ടകളെയൊക്കെയാണ് ഇത് അടിച്ചമർത്താൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. ഇതൊക്കെ ഏത് ജനാധിപത്യമാണ്, ഏത് രാജ്യത്തെ നിയമമാണ്? അപ്പൊ ഇതിനെതിരെയൊക്കെ കൃത്യമായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലാതാവും. പിന്നെ ഈ രാജ്യത്ത് ആർക്കും അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീക്കാന്നുള്ളൊരു അവസ്ഥയാവും. അപ്പൊ അതിനൊന്നും നമ്മൾ ഒരിക്കലും വഴിയുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പാർട്ടിയും മതമൊന്നും നോക്കാതെ പ്രതികരിക്കേണ്ട രീതി പ്രതികരിക്കുക. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ എന്നും ഡെമോക്രസി നിലനിൽക്കുള്ളൂ. ഇന്ന് നമ്മുടെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രികളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. അതെന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം. ജയ് ഹിന്ദ്. सारे लोगों ने अपने नेम टैग्स क्यों उठाए? पहने हुए थे, उसके बाद में उतारा, गर्मी की वजह से उतारा है, गर्मी की वजह से उतारा है। सही रीजन पक्का? बस बिल्कुल यही रीजन